നമസ്കാരം. പാലക്കാട് പെരുവെമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിലെ ആഗ്നേയം മഹായാഗത്തിൻ്റെ 2ാം ദിവസം വൈഷ്ണവയാഗമാണ്. അന്നേ ദിവസം രാവിലെ 5 മണിക്ക് നടത്തുന്ന അതീവ ശുഭകരമായ കർമ്മമാണ് ലക്ഷ്മി വിനായക മഹാഗണപതി ഹോമം. സാധാരണ ഗണപതി ഹോമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗണപതി ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയെ കൂടി സമന്വയിപ്പിച്ചാണ് ഇവിടെ ഗണപതി ഹോമം നടത്തുന്നത്. വിഘ്നങ്ങളെ നീക്കുന്ന വിനായകനും ഐശ്വര്യത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയും ഒന്നിച്ചു ചേരുന്നൊരു ഭാവമാണിത്. തടസ്സങ്ങൾ നീങ്ങുന്നതിനോടൊപ്പം തന്നെ സമ്പത്തും സമൃദ്ധിയും കൈവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ തത്വം. യാഗത്തിൻ്റെ 2ാം ദിവസം വൈഷ്ണവ ചൈതന്യത്തിന് പ്രാധാന്യമുള്ളതായിരിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞല്ലോ. മഹാലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെ പത്നിയായതുകൊണ്ട് തന്നെ വൈഷ്ണവയാഗത്തിൻ്റെ തുടക്കത്തിൽ ലക്ഷ്മി വിനായക ഹോമം നടത്തുന്നത് യാഗശാലയിൽ ഐശ്വര്യം നിറയ്ക്കുവാനും ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കുവാനും സഹായിക്കുന്നു. കുടുംബങ്ങളിൽ കലഹങ്ങളെല്ലാം തന്നെ മാറി സമാധാനവും സ്നേഹവും ഐശ്വര്യവും നിലനിൽക്കുവാൻ ലക്ഷ്മി വിനായക പ്രീതി അത്യുത്തമമാണ്. പുതിയ ബിസിനസ്സോ പ്രവൃത്തികളോ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് പുണ്യപ്രദായകമായിരിക്കുന്ന ഈ ഹോമത്തിൽ പങ്കുചേരുന്നത് വഴി ഭാഗ്യവും വിജയവും കൈവരുന്നു. വിനായകൻ്റെ ബുദ്ധിശക്തിയും ലക്ഷ്മി ദേവിയുടെ ഭാഗ്യവും ഒരുപോലെ ഭക്തർക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം. ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങളിൽ നേരിടുന്ന തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങി കാര്യങ്ങളെല്ലാം തന്നെ ശുഭമായിട്ട് നടക്കുന്നതാണ്. തുടർന്ന് 7 മണി മുതൽ സുകൃതഹോമം, മഹാസുദർശന ഹോമം, മഹാധന്വന്തരി ഹോമം, മഹാവിഷ്ണു പൂജ അഥവാ ദ്വാദശനാമ പൂജ, മംഗളാരതി എന്നിവ നടക്കുന്നതാണ്. സുകൃതം എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല കർമ്മം അല്ലെങ്കിൽ പുണ്യം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റായ കർമ്മങ്ങളുടെ ഫലമായിട്ട് പല തടസ്സങ്ങളും പാപഫലങ്ങളും അനുഭവപ്പെടാറുണ്ട്. ഈ പാപഫലങ്ങളെയെല്ലാം തന്നെ നീക്കി ജീവിതത്തിൽ പുണ്യം അഥവാ നന്മ നിറയ്ക്കുവാൻ വേണ്ടി നടത്തുന്നൊരു ഹോമമാണിത്. യാഗശാലയിൽ സുകൃതഹോമം നടത്തുമ്പോൾ യജുർവേദത്തിലെ പവിത്രമായ മന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ച് ഹവിസ്സുകൾ അഗ്നിയിൽ അർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങളെയെല്ലാം തന്നെ ദഹിപ്പിച്ച് പുണ്യം നൽകുവാനായിട്ട് അഗ്നിദേവനോടും വിഷ്ണു ഭഗവാനോടും പ്രാർത്ഥിക്കുന്ന വരികളാണ് അതിൽ ഉണ്ടാവുക. ഭാരതീയ വിശ്വാസമനുസരിച്ച് പുണ്യം കുറയുമ്പോഴാണ് ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്. അഗ്നിയിൽ പ്രത്യേക ദ്രവ്യങ്ങൾ ഹോമിച്ച് ഭഗവാനെ ഉപാസിക്കുന്നതിലൂടെ നമ്മുടെ കർമ്മഫലങ്ങളെയെല്ലാം തന്നെ ശുദ്ധീകരിക്കുകയും പുണ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഹോമത്തിൻ്റെ അടിസ്ഥാനം. ഈ ഹോമത്തിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്നത് വഴി ഭക്തർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയിക്കാതെ വരുത്തുന്ന ഒരു അവസ്ഥ മാറിയിട്ട് ജീവിതത്തിൽ ഭാഗ്യം തെളിയുവാൻ സഹായിക്കുന്നു. കുടുംബത്തിലെ മുൻ തലമുറകളിൽ നിന്നും കൈമാറി വന്നേക്കാവുന്ന ശാപദോഷ ദുരിതങ്ങളെയെല്ലാം തന്നെ അകറ്റി കുടുംബപരമായിരിക്കുന്ന ഐശ്വര്യം ഉണ്ടാകുവാനും ഇത് ഉത്തമമാണ്. സാധാരണയായിട്ട് വ്യക്തികൾ സ്വന്തം ഭവനത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ഒക്കെയാണ് സുകൃതഹോമം നടത്താറുള്ളത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി നടക്കുന്ന ഇത്തരമൊരു മഹായാഗത്തിൻ്റെ ഭാഗമായിട്ട് അതീവ ചൈതന്യമുള്ളതായിരിക്കുന്ന ഒരു യാഗശാലയിൽ വെച്ച് ഈ ഹോമം നടക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ഫലം 10 മടങ്ങായിരിക്കും. സുകൃതഹോമത്തിന് ശേഷം മഹാസുദർശന ഹോമം ആരംഭിക്കും. മഹാവിഷ്ണുവിൻ്റെ പ്രധാന ആയുധമാണ് സുദർശന ചക്രം. ദുഷ്ടതയെല്ലാം തന്നെ നശിപ്പിച്ച് സത്യത്തെയും നന്മയെയും ദർശിക്കാൻ സഹായിക്കുന്ന ഭഗവാന്റെ ചൈതന്യമാണിത്. ഈ ചൈതന്യത്തെ അഗ്നിയിൽ ആവാഹിച്ച് നടത്തുന്ന കർമ്മമാണ് സുദർശന ഹോമം. ഭക്തർക്ക് രക്ഷാകവചം തീർക്കുന്ന ഈ ഹോമം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ദൃഷ്ടിദോഷം എന്നിവയെല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു. മഹാസുദർശന ഹോമത്തിന് ശേഷമായിട്ട് മഹാധന്വന്തരി ഹോമം ആരംഭിക്കും. ഭാരതീയ വിശ്വാസമനുസരിച്ച് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന തത്വത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും ആരോഗ്യം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെയാണ് ഈ ഹോമം നിർവഹിക്കുന്നത്. മഹാവിഷ്ണു ആയുർവേദത്തിൻ്റെ ദേവനായിട്ടും പ്രപഞ്ചത്തിൻ്റെ വൈദ്യനുമായിട്ടാണ് പറയുന്നത്. ഈ ധന്വന്തരി മൂർത്തിയെ കണക്കാക്കുന്നതും അപ്രകാരമാണ്. പാലാഴി മദനവേളയിൽ അമൃതകുംഭം ഏന്തിയാണ് ഭഗവാൻ അവതരിച്ചത്. ഭഗവാന്റെ ഈ ചൈതന്യത്തിനെ അഗ്നിയിൽ ആവാഹിച്ചാണ് ഹോമം നടത്തുന്നത്. സാധാരണ ഹോമദ്രവ്യങ്ങൾക്ക് പുറമെ ഔഷധ ഗുണമുള്ള പ്രത്യേക സസ്യങ്ങളും നെയ്യും ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഔഷധങ്ങൾ അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കുന്നത് പോലും ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നാണ് പറയപ്പെടുന്നത്. യാഗശാലയിലെ പവിത്രമായുള്ള അന്തരീക്ഷത്തിൽ
ധന്വന്തരി മന്ത്രം ജപിക്കപ്പെടുന്ന സമയത്തിൽ അവിടെ ഉണ്ടാകുന്ന ചൈതന്യം രോഗപീഠകളെയെല്ലാം തന്നെ അകറ്റാൻ സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വിട്ടുമാറാത്ത രോഗങ്ങൾ അനുഭവിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളുള്ളതായിരിക്കുന്ന വ്യക്തികൾക്കും ഈ ഹോമം വലിയ രീതിയിൽ തന്നെ ആശ്വാസം നൽകുന്നതാണ്. ശാരീരികവും മാനസികവുമായിരിക്കുന്ന ആരോഗ്യം നിലനിർത്തുവാനും ദീർഘായുസ് ലഭിക്കുവാനും ധന്വന്തരി ഹോമത്തിൽ പങ്കുചേരുന്നത് ഉത്തമമാണ്. മഹാധന്വന്തരി ഹോമത്തിന് ശേഷം മഹാവിഷ്ണു പൂജ ആരംഭിക്കുന്നു. മഹാവിഷ്ണു പൂജ അഥവാ ദ്വാദശനാമ പൂജ എന്നുള്ളത് വൈഷ്ണവ ഉപാസന പദ്ധതിയിൽ ഭഗവാന്റെ സർവവ്യാപിയായ ചൈതന്യത്തിനെ 12 നാമങ്ങളിലൂടെ ആരാധിക്കുന്നൊരു രീതിയാണ്. ഓരോ നാമത്തിനും അതിൻ്റേതായ തത്വവും ശക്തിയും ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാവിഷ്ണു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായിരിക്കുന്ന ദേവനാണ്, സ്ഥിതി ദേവനാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ 12 നാമങ്ങൾ മുദ്രണം ചെയ്യുന്നൊരു രീതിയും ഭാരതീയ പാരമ്പര്യത്തിലുണ്ട്. യാഗവേദിയിൽ ഈ നാമങ്ങൾ ഓരോന്നും ജപിച്ച് പൂജകൾ നടത്തുമ്പോൾ പ്രപഞ്ചത്തിലെ മുഴുവൻ വൈഷ്ണവ ചൈതന്യവും അവിടെ കേന്ദ്രീകരിക്കുന്നു എന്നാണ് സങ്കല്പം. ഭഗവാന്റെ 12 നാമങ്ങൾ ഭക്തിയോടുകൂടി കേൾക്കുന്നതും ജപിക്കുന്നതും മുൻകാല പാപങ്ങളെ ഇല്ലാതെയാക്കുവാൻ സഹായിക്കുന്നു. ഭൗതികമായിരിക്കുന്ന പുരോഗതിക്കൊപ്പം തന്നെ ആത്മീയമായിരിക്കുന്ന ഉന്നതിയും ഈ പൂജയിലൂടെ നമുക്ക് സിദ്ധിക്കുന്നു. യാഗശാലയിൽ അഗ്നിശുദ്ധിയോടെ ഹോമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ 12 ഭാവങ്ങളിൽ ആവാഹിച്ച് പൂജിക്കുന്നത് യാഗത്തിൻ്റെ ചൈതന്യത്തെ പൂർണ്ണതയിൽ എത്തിക്കുന്നു. സുഹൃതഹോമത്തിനും മഹാസുദർശന ഹോമത്തിനും ശേഷം നടക്കുന്ന ഈ പൂജ ഭക്തർക്ക് അതീവമായിരിക്കുന്ന അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നു. ഈ പൂജയ്ക്ക് ശേഷമാണ് ഭക്തി നിർഭരമായിരിക്കുന്ന മംഗളാരതി നടക്കുന്നത്. ആഗ്നേയം മഹായാഗത്തിൻ്റെ 2ാം ദിനം ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നാരായണീയ പാരായണം ക്രമീകരിച്ചിരിക്കുന്നത്. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് ഭക്തിയുടെയും ആത്മീയതയുടെയും ഒരു അപൂർവ സംഗമം തന്നെയായിരിക്കും. ഭക്തകവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ സ്തുതിച്ച് രചിച്ച കാവ്യമാണിത്. ശ്രീമദ് ഭാഗവതത്തിലെ 18,000 ശ്ലോകങ്ങളെ സംഗ്രഹിച്ച് 1034 ശ്ലോകങ്ങളിലാക്കി ഭട്ടതിരി അവതരിപ്പിച്ചു. ഭഗവാന്റെ അവതാര ലീലകളും ഭക്തിയുടെ പൊരുളും ഇതിൽ അതീവ മനോഹരമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. യാഗശാലയിൽ അഗ്നിയിൽ ഹവിസ്സുകൾ അർപ്പിക്കുന്ന കർമ്മ പദ്ധതിയും നാരായണീയം പോലുള്ള ഭക്തി പദ്ധതിയും ഒത്തുചേരുമ്പോൾ ആത്മീയമായ ഒരു പൂർണ്ണത കൈവരുന്നു. ഇത് ഭക്തർക്ക് അതീവമായ അനുഗ്രഹമാണ് നൽകുന്നത്. അനേകം ഭക്തര് ഒരേ സ്വരത്തിൽ നാരായണീയ ശ്ലോകങ്ങൾ ആലപിക്കുമ്പോൾ അവിടെ ഭക്തിയുടെ ഒരു വൻ തരംഗം തന്നെ രൂപപ്പെടുന്നു. മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിനെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുന്നു. മേൽപ്പത്തൂർ തൻ്റെ കഠിനമായിരിക്കുന്ന വാദവികാരം ഭേദമാകാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം രചിച്ചത്. ആയുരാരോഗ്യ സൗഖ്യം എന്ന് അവസാനിക്കുന്ന ഈ കാവ്യം ഭക്തിപൂർവം കേൾക്കുന്നത് ശാരീരികവും മാനസികവുമായിരിക്കുന്ന അസുഖങ്ങൾ മാറുവാൻ അതീവ വിശിഷ്ടമാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് ഭഗവാന്റെ അവതാര കഥകൾ ശ്രവിക്കുന്നത് മനസ്സിന് വലിയ സമാധാനവും സന്തോഷവും നൽകുന്നു. ഭാഗവത സാരമായതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നതിലൂടെ ഭയവും ആശങ്കകളുമെല്ലാം തന്നെ നീങ്ങി ആത്മവിശ്വാസവും ലഭിക്കുന്നതാണ്. നാരായണീയത്തിന് ശേഷം 5 മണി മുതൽ നരസിംഹ ഹോമം ആരംഭിക്കും. തൻ്റെ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപു എന്ന അസുരനെ നിഗ്രഹിക്കുവാനും വേണ്ടിയാണ് ഭഗവാൻ നരസിംഹമായിട്ട് അവതരിച്ചത്. തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തിൻ്റെ പ്രതീകമാണിത്. ഭക്തനെ ഏത് ആപത്തിൽ നിന്നും സംരക്ഷിക്കുന്ന മൂർത്തിയാണ് നരസിംഹം. യാഗത്തിൻ്റെ 2ാം ദിവസമായ വൈഷ്ണവയാഗത്തിൽ സന്ധ്യാസമയത്തിലായിട്ടാണ് ഈ ഹോമം ക്രമീകരിച്ചിരിക്കുന്നത്. പകലിലെ സാത്വിക പൂജകൾക്ക് ശേഷം ഉഗ്രമൂർത്തിയെ ആരാധിക്കുന്നത് ഭക്തരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ദഹിപ്പിക്കുവാൻ വേണ്ടിയാണ്. കാര്യതടസ്സങ്ങൾ, നിയമപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ, കടബാധ്യതകൾ എന്നിവയിൽ നിന്നെല്ലാം തന്നെ മോചനം നേടുവാൻ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉത്തമമാണ്. ശത്രുക്കളിൽ നിന്നുമുള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങൾ, ദൃഷ്ടിദോഷം എന്നിവ നീങ്ങിക്കിട്ടുവാനും നരസിംഹ ഹോമത്തിൽ പങ്കെടുക്കുന്നത് അതീവ ഗുണകരം തന്നെയായിട്ടാണ് പറയുക. നരസിംഹ ഹോമത്തിന് ശേഷം ചക്രാബ്ജ പൂജ ആരംഭിക്കും. അതീവ സങ്കീർണവും എന്നാൽ അതിശക്തവുമായിരിക്കുന്ന ഒരു വൈഷ്ണവ താന്ത്രിക കർമ്മമാണ് ചക്രാബ്ജ പൂജ. ചക്രം എന്നാൽ സുദർശന ചക്രം എന്നാണ് അർത്ഥമാക്കുന്നത്. അബ്ജം എന്നാൽ താമര. ഈ 2 പദങ്ങൾ ചേർന്നതാണ് ചക്രാബ്ജം. വൈഷ്ണവ തന്ത്രശാസ്ത്ര പ്രകാരം തയ്യാറാക്കുന്ന ഒരു പ്രത്യേക മണ്ഡലത്തിലാണ് ഈ പൂജ നടക്കുന്നത്.
പ്രകൃതിദത്തമായിരിക്കുന്ന വർണ്ണപ്പൊടികൾ കൊണ്ട് 8 ദളങ്ങളുള്ള താമരയുടെ രൂപത്തിൽ ഒരു വലിയ പത്മം അഥവാ മണ്ഡലം തയ്യാറാക്കി അതിൻ്റെ നടുവിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആവാഹിക്കുന്നു. ബ്രഹ്മശ്രീ മാടവന വേണു നമ്പൂതിരിയുടെ ആചാര്യത്വത്തിൽ അതീവ സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കിയ മണ്ഡലത്തിലാണ് ഈ പൂജ നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം നടക്കുന്ന ഒരു മഹായാഗത്തിൻ്റെ ഭാഗമായി ഈ പൂജ നടക്കുമ്പോൾ അതിൻ്റെ ചൈതന്യവും ഭക്തർക്ക് ലഭിക്കുന്ന ഫലസിദ്ധിയും വളരെയധികം കൂടുതലായിരിക്കും. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ ശക്തിയും പ്രപഞ്ചത്തിൻ്റെ സൗമ്യതയെയും സൃഷ്ടിയെയും സൂചിപ്പിക്കുന്ന താമരയുടെ ഭാവവും ഈ പൂജയിൽ ഒന്നിക്കുന്നു. അതായത് തിന്മകളെ സംഹരിക്കാനുള്ളതായിരിക്കുന്ന വീര്യവും ഭക്തരെ കാത്തു രക്ഷിക്കാനുള്ള കരുണയും ഒരേപോലെ പ്രദാനം ചെയ്യുന്ന അപൂർവ പൂജയാണിത് എന്ന് സാരം. ഭഗവാന്റെ സർവവ്യാപിയായ ചൈതന്യത്തെ ഒരു ചെറിയ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ആരാധിക്കുന്നതിലൂടെ ഇതിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് വിശ്വരൂപ ദർശനത്തിന് തുല്യമായ ഫലം ലഭിക്കും എന്ന് പറയപ്പെടുന്നു. ജന്മജന്മാന്തരങ്ങളായി പിന്തുടരുന്ന പാപഫലങ്ങളെ ദഹിപ്പിക്കുവാൻ ഈ പൂജയുടെ ദർശനം സഹായിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും സാമ്പത്തികവുമായിരിക്കുന്ന അഭിവൃദ്ധി നിലനിൽക്കുവാൻ ചക്രാബ്ജ പൂജ ദർശിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഈ പൂജയ്ക്ക് ശേഷം 2ാം ദിവസത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത് മഹാഭഗവതി സേവയോടുകൂടിയാണ്. 2ാം ദിവസം വൈഷ്ണവ ഭാവത്തിലുള്ള പൂജകൾക്ക് ശേഷം ദേവിയെ വന്ദിക്കുന്നത് യാഗത്തിന് ഒരു പൂർണ്ണത നൽകുന്നു. വൈഷ്ണവ യാഗത്തിൻ്റെ ഭാഗമായി നടക്കുമ്പോൾ ദേവിയെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മിയായാണ് സങ്കല്പിക്കുന്നത്. ഇത് കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഐക്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. സന്ധ്യാസമയത്ത് ഈ പൂജ ദർശിക്കുന്നത് വഴി വീട്ടിലും മനസ്സിലും നിലനിൽക്കുന്ന ഇരുളും അസ്വസ്ഥതകളും നീങ്ങിക്കിട്ടുന്നതാണ്. യാഗത്തിൻ്റെ 3ാം ദിനത്തിൽ നടത്തപ്പെടുന്ന ശാക്തേയ യാഗത്തിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം. നന്ദി, നമസ്കാരം.